ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഈഗിൾസ് ഹാമിൽട്ടൺ പ്രസൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോണത്. അത് കാലത്ത് ഇന്ന് 25-ാം തീയതി കാലത്ത് 8 തൊട്ട് 6 വരെ ആയിരുന്നു നടക്കണത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഓൾറെഡി 3:15 ഞങ്ങൾക്ക് കാലത്ത് തന്നെ പോകാൻ പറ്റിയില്ല. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കാലത്ത് തന്നെ വീട്ടിലെ പണികളും ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് സമയം ഇത്രയായി. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കിട്ടുന്നത് $1444. അതുപോലെ അത് കൊടുക്കുന്നത് ടോട്ടൽ അഷുറൻസ്. അതെന്നിട്ടെന്ന് മനസ്സിലായില്ല, അതെന്താണെന്ന് അറിയില്ല. രണ്ടാമത്തെ റണ്ണേഴ്സിന് കിട്ടുന്നത് $777. അത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം സോൾട്ട് മാംഗോ ട്രീ ആട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ സോൾട്ട് മാംഗോ ട്രീയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണത്. അപ്പോൾ അവരാണ് ആ $777 അവർക്ക് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതുപോലെ അപ്പോൾ ഞങ്ങൾ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി പോവാണ്. കാലത്ത് എന്തായാലും 8 മണിക്ക് തുടങ്ങിയ കാര്യം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് ഫൈനൽസ് എന്തായാലും കാണാൻ പറ്റുന്ന ഇതിനെ. പക്ഷേ എന്താവും അറിയില്ല. ഓൾറെഡി ഇപ്പോൾ ഭയങ്കര ക്ലൗഡിയായി, മഴ പെയ്യാനുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കണേ. അപ്പോൾ അതിന് മഴ പെയ്താൽ പണി കിട്ടി. അപ്പോൾ നമുക്കത് ഫുള്ള് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം എന്തായാലും ആ ക്രിക്കറ്റ് കണ്ടിട്ട് വരാം അല്ലേ. എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ്, ഫുട്ബോള് ഇതൊക്കെ. എൻ്റെ മുന്നേ കളിക്കാൻ പോയോണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഇടയായിട്ട് നല്ല മടിയുണ്ടെന്ന് ഞാനത് പറയാനിങ്ങനെ വെയിറ്റ് ഇട്ട് നിൽക്കായിരുന്നു. എൻ്റെ ഏട്ടൻ പറയട്ടെ എന്ന് വെച്ചിട്ട് ചെറിയ രീതിയിൽ മടി. ദേഹം അനങ്ങാനായിട്ട് അത്ര ഇഷ്ടമില്ല അതല്ലേ? ഇപ്പം ഇഷ്ടമില്ല. തണുപ്പായതാണ് മെയിൻ പ്രശ്നം. അല്ലാണ്ട് ദേഹം അനങ്ങാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല, തണുപ്പൊക്കെ കാരണം കൊണ്ടേ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും വയ്യാണ്ടാവുക. ഭയങ്കര തണുപ്പില്. പിന്നെ സമയവും ഇല്ല, ജോലി തിരക്ക് അങ്ങനെ. അപ്പോൾ നമുക്ക് അവിടെ ക്രിക്കറ്റ് എന്തായെന്ന് പോയിട്ട് കാണാം. ഇപ്പൊ ടോട്ടൽ അഷുറൻസ് എന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതൊരു മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി ആട്ടോ. അതൊരു മലയാളിയാണ് നടത്തുന്നത്. ഷിജു രാജപ്പൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാട്ടാ. അപ്പം ഇങ്ങനൊരു നമുക്കൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ. നമുക്ക് ഹാമിൽട്ടൺ കേരള സമാജത്തിനകത്തൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ അഷുറൻസ് എന്താന്ന്. പക്ഷേ ഈ പോസ്റ്റ് വായിക്കാണ്ടാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ടോട്ടൽ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ആൻഡ് മോർഗേജ് ഒരു ആളാണ്. ഒരു ഷിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അവരാണ് $1444 മറ്റേ വിന്നർക്ക് കൊടുക്കണത് കേട്ടോ. നാട്ടിലമ്മേ കണക്ക് ചോദിക്കരുത്. ഏകദേശം ഒരു ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറഞ്ഞ ഒരു 50 റേഞ്ചിലാണ് വരുന്നത്. 50 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 1444 × 50 കൂട്ടും, എല്ലാവരും കൂട്ടും. നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. 1444 × 50 എത്രയാ? അമ്മേനെ കൂട്ടി 1 ലക്ഷം ആണോ? 1000 മീൻസ് 50,000 അല്ലേ? അപ്പോൾ ഒരു 75,000 രൂപയുടെ അടുത്ത്. എന്നാലും കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എല്ലാവർക്കും ഈ കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ അല്ലേ. നമ്മളായാലും ഉണ്ടായിരുന്നോ? നമ്മൾ ഇതിനിടയ്ക്ക് വേറെ ഏതോ ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോയിട്ടുണ്ട് അല്ലേ? പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി വീഡിയോയിലേക്കൊക്കെ ഒരു വന്നത്. നമ്മൾ വന്ന സമയത്ത് ന്യൂസിലാൻഡിലൊക്കെ വന്ന സമയത്ത് ഈ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോരം ഉണ്ടായിരുന്നു അറിയാം കാണിക്കാനായിട്ട്. എന്നാലും ഇനിയുള്ള സമയം നമ്മൾ യൂട്യൂബിൽ കുറച്ചും കൂടി സജീവമായിരിക്കുന്നു അല്ലേ. ഞങ്ങളുടെ വീഡിയോസ് ഏകദേശം ഒരു 96-97 വീഡിയോസായി. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ 100ാമത്തെ വീഡിയോ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഐഡിയകൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ വേണം എന്നൊക്കെ നോക്കിയിട്ട്. അതിൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അതും പെൻഡിങ് ലിസ്റ്റിലാണ്. 2-3 ഞങ്ങൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടുന്ന കാരണം കൊണ്ട് 4 ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ഇന്ന് തന്നെ അതിനുള്ളത് എന്തെങ്കിലും ചെയ്യണം. കാരണം നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ളതും കൂടി എന്തെങ്കിലും സെറ്റ് ആക്കണം എന്ന് അല്ലേ. ഞങ്ങൾ ഏകദേശം അവിടെ എത്താറാവണു അല്ലേ? എത്താറായോ? ഇനിയുണ്ട് ദൂരം. 5 മിനിറ്റ് കൂടി ഉണ്ട്. കളി കാണാൻ എത്തിയ ഉടനെ ഫസ്റ്റ് കണ്ടത് സോൾട്ട് മാംഗോ ട്രീ നടത്തുന്ന ഫുഡ് സ്റ്റാളാണ്. അവിടെ നിന്ന് അപ്പം തന്നെ 2 ചായയും ഒരു കപ്പ് ബിരിയാണി വാങ്ങിച്ച് കൈ വെച്ചു. അങ്ങനെ നടന്നു വന്നപ്പം അവിടെ നമ്മുടെ ട്രോഫികളൊക്കെ ഇരിക്കുന്നത് കണ്ട് നിൻ്റെ ഏട്ടൻ അത് വേഗം വീഡിയോ എടുത്തു. അപ്പം ഞാൻ അതിനിടയ്ക്ക് നിന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ.
എത്ര ഗ്രൗണ്ട് ഉണ്ടെന്ന് അറിയാം? കളി കാണാൻ വേണ്ടി വന്നതായിട്ടാ. ഫസ്റ്റ് വന്നപ്പോ തന്നെ കപ്പ ബിരിയാണി വെച്ചിട്ട് ചായയും കൂടി കുടിച്ച് കഴിക്കാം. പിടിച്ചോ? ഇല്ല കേട്ടില്ല. അവന്റെ ബാറ്റുമ്പോ കൊണ്ടാ അടുത്തോടെ ഇറങ്ങുന്നത്. ഇതിപ്പോ ഫൈനലാണോ ഇറക്കണേ? വന്നപ്പോ എനിക്ക് കളി അറിയാട്ടോ, പക്ഷെ ഞാൻ സംശയങ്ങൾ ചോദിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാ. പറയാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ്. സോൾട്ട് മാംഗോ ട്രീയിലത്തെ ഫുഡിനുള്ള പ്രൊമോഷൻ അല്ല, അമ്മയെ ബോൾ വരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. കപ്പിന്റെ നിനക്ക് ഓൾറെഡി ഇഷ്ടമുള്ളതല്ലേ കപ്പും മറ്റേതും, അത് കാരണം കൊണ്ട് കളി നടന്നോണ്ടിരിക്കട്ടെ. ഞങ്ങൾ വന്നപ്പോ തന്നെ ഫസ്റ്റ് കണ്ടത് പറയൂ, ഒരാൾ ഔട്ടാവണത്. അതിന്റെ രസം പറയട്ടെ. ഞങ്ങൾ വന്ന് കേറിയ വഴിക്ക് ഞാൻ എൻ്റെ ഏട്ടൻ പറഞ്ഞേ, ദേ ഒരുത്തനെ അടിക്കാൻ വേണ്ടി നിൽക്കണ്ടേ, ഫസ്റ്റ് ബോൾ അവൻ്റെ. ഞാൻ അവനെന്നിട്ട് വെടി വെച്ച് വീഴ്ത്തിട്ട് അവൻ ഫസ്റ്റ് ബോളിൽ ഔട്ടാവും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ പറയണതാണ്. കറക്റ്റ് ഫസ്റ്റ് ബോളിൽ ഔട്ടായി. ആയിരുന്നാവണാവോ എന്റെ മുന്നേ അറിയണത് അവനെ. എൻ്റെ ഏട്ടൻ കളിക്കാൻ വരാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് നേരത്തെ. ഫസ്റ്റ് ബോളിൽ പറഞ്ഞ് തട്ടി നിലത്തിടാന്ന് അറിയില്ലേ, അതുപോലെ. ഇവരെന്താ വേഗം എല്ലാവരും ഔട്ടാവണേ. എന്റെ കപ്പ ബിരിയാണി വേണ്ടേ? നല്ല രസട്ടാ, അടിപൊളിയാ. നാട്ടില് മറ്റേ കള്ള് ഷാപ്പിൽ നിന്നൊക്കെ കഴിക്കണ ഫീല്. അതിനത്ര എരിവില്ല. ഞാനേ വീണ്ടും ഒരു ചായയും കൂടി വാങ്ങിക്കുമ്പോ, ഒന്നാമത്തെ കാര്യം തണുപ്പ്, രണ്ടാമത്തെ കാര്യം എന്റെ ചായ ഉണ്ടല്ലോ നിലത്ത് മറിഞ്ഞു പോയി. അപ്പൊ അതില് പക്ഷെ അവസാനം തണുപ്പ് സമയത്ത് നല്ല ചായ കുടിക്കാം. അതും ഇഞ്ചി മേലക്കായി കിട്ടും, നല്ല അടിപൊളി ചായ. പിന്നെ ഞാൻ അവസാനത്തെ വൈറ്റില് ഒരു മുളക് കടിച്ചു. ഇനി നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഏയ് ചൂട് ചായ കുടിച്ചു നോക്കിയൊക്കെ അടിപൊളിയാ. അത് പക്ഷെ ഒരു ഫീലാണ്, ഒരു കുളിര് വരും. നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്തു കേട്ടോ. ഒരു നല്ല മഴയായി. അവസാനത്തെ കളിയായിരുന്നു നടന്നുകൊണ്ടിരിക്കണേ. ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ കാറ്റും തണുപ്പും. 2 ചായ കുടിച്ചു. ഒരു ചോടി പോവാ. 2 ചായ കുടിച്ചു, പക്ഷെ നല്ല തണുപ്പ്. അതുപോലെ തന്നെ ഒരുവിധ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഴച്ചാറ്റിലുകള്. അപ്പൊ അത് കാരണം തിരിച്ചു പോവാന്ന് വിചാരിച്ചു. കളി ഫുള്ള് കാണാൻ നിക്കണില്ല. ഇല്ലല്ലോ, കളി കാണാൻ നിക്കണില്ല. ഇനി ഞങ്ങക്ക് മഴയായാലും ഈ മഴയിൽ ഒരു കളിക്കുമായിരിക്കും, ചെറിയ ചാറ്റലല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾക്കാണെങ്കിലും പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോണം. 6 മണിയാകുമ്പോൾ കഴിയില്ലേ? ഇപ്പൊ ഏകദേശം 6 മണിയാവാറായില്ലേ? ആ സമയം നമ്മൾ തിരിച്ചു വരാന്നാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പൊ പോയിട്ട് വരാം. മഴ കണ്ട കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം തിരിച്ച് നടന്ന് വണ്ടിയിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പുഴയും അതിൻ്റെ അടുത്ത് ഫുള്ള് നമ്മുടെ താറാവുകൾ നിൽക്കണ കണ്ടത്. അപ്പോൾ മഴ കുറഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട് അവിടെ വന്ന് ഞാനൊരു റീൽ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഏട്ടൻ ആ താറാവുകളൊക്കെ വേഗം വീഡിയോ എടുക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എല്ലാ താറാവുകളും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞ് മഴ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് കളി കാണാൻ വേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 കളിയും കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇത് വളരെ അഭിമാനം നിറഞ്ഞ നിമിഷമാണ്. 3ാമത്തെ ടൂർണമെന്റ് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുക. തുടർന്നും ഇതുപോലുള്ള ടൂർണമെന്റുകൾ ചെയ്യുവാനായിട്ട്
അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ മാൻ ഓഫ് ദ മാച്ചിനും മാൻ ഓഫ് ദ സീരീസിനൊക്കെ പ്രൈസ് കൊടുക്കുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ അഷുറൻസിൻ്റെ ആ ചേട്ടനും ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ടീമാണ് അവരോടുള്ള പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജോസിന്റെ സൂപ്പർ സിക്സേഴ്സുമാണ്. അവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നത് 19 വർഷമായിട്ട് ക്രിക്കറ്റിന്റെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ മൊമെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ ബിനോയാണ്. ബിനോയ് നീ കുഴപ്പമില്ല, ഓടിയോ ബിനോയ്. അദ്ദേഹത്തിന് കൈയടിച്ചോ. നിങ്ങൾ പ്ലേയേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടി വന്നിട്ട് ഇതൊന്ന് ടീച്ചറിന് ആ പൈസ റോണറോബിനോട് പൈസ അങ്ങനെ എല്ലാവർക്കും പ്രൈസ് കൊടുത്തതിന് ശേഷം ഫോട്ടോ സെക്ഷനാണ് അടുത്ത് കാണുന്നത്. കളി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ പുഴയുടെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ ചേട്ടൻ മീൻ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പായ്ക്കപ്പിൽ കണ്ടു, കുറേ താറാവുകൾ കണ്ടു. കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റീൽസ് നേരത്തെ ഞാൻ ഇവിടെ വെച്ചെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ പാക്ക് ആൻഡ് സേവിലേക്ക് വന്നു. പാക്ക് ആൻഡ് സേവിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ട് ഞങ്ങൾ പാക്ക് ആൻഡ് സേവിലാണ് പിന്നെ വന്നത്. ഇത് ഇവിടെയുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഭയങ്കര ഒരു പുളി മധുരം കൂടി ഉള്ളതാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ നമ്മള് കൊച്ചാട്ടിക്കും അപ്പനും അക്കൈക്കൊക്കെ വണ്ടി വാങ്ങിച്ചിട്ട് വേണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്. പല ഷേപ്പിലുണ്ട് കേട്ടോ. പാമ്പിന്റെ പോലെ റൗണ്ട്, സ്ക്വയർ, ലവ്, നല്ല രസമല്ല ഇത് തിന്നാനായിട്ട്. ഇത് പക്ഷെ തിന്നൊഴിക്കണ്ടല്ലോ, ഭയങ്കര നമ്മളൊരു അഡിക്ഷൻ ആണ് ഇതിന്. ഇതിന്റെ അടിയിൽ നോക്കിയൊക്കെ ഇതിന്റെ പഞ്ചസാരയും ഉപ്പും എല്ലാം വീണ് എടുപ്പുണ്ട്. നല്ല ടേസ്റ്റാ. മതിയാ? ഇതെന്നിട്ട് സാധനം മറ്റേ സ്ട്രോബെറി റാസ്ബെറി ഒക്കെ പൊഴിക്കുന്നല്ലേ, പക്ഷെ അല്ല കേട്ടോ. ബെറി ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവം നല്ല മധുരമാണ്. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ജേഴ്സി കാരമില്, ഇത് പിജോവയുടെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്, നല്ല ശരിക്കും പിജോ വന്നിട്ട് ഫ്രൂട്ടാണ്, സെയിം ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് മാങ്ങ ഇരിക്കണത്. മാങ്ങ കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നിയോ. നമ്മുടെ നാട്ടിലത്തെ കപ്പയ്ക്ക് നോക്കി എന്തൊരു കുഞ്ഞു കപ്പയ്ക്കാണ്. അയ്യോ കുഞ്ഞാപ്പിയല്ലേ. വിയറ്റ്നാമിലത്തെ തീരെ കുഞ്ഞ്, എന്റെ കൈയുടെ അത്രയും പോലും ഇല്ല. ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളിയാ. അവിടെ നെറ്റ് ബാറിന്റെ സെക്ഷനിലായിട്ട് നെറ്റ് ബാറിന്റെ അവിടെ നിന്ന് ആരും പോരുന്നില്ല. ഡ്രൈവർ ഇത് പയ്യാണ് കേട്ടോ, ബട്ടർ ചിക്കൻ പൈ. അപ്പൊ നാളെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുക്കാൻ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിറഞ്ഞു ട്രോളി ഒരു ലോഡ്. അതിനിടയ്ക്ക് വാവൂട്ടി ഉള്ള സാധനങ്ങളൊക്കെ പിച്ചി പറിച്ച് തിന്നാൻ നോക്കിട്ടാ. 150 150 185 175. ഇതെന്താ മറ്റേ ലവ് ഷേപ്പിലുള്ള ഞാൻ പറഞ്ഞ മറ്റേ മിഠായി. പുളിയും മധുരം കൂടിയിട്ട് എനിക്ക് നമ്മുടെ വാവട്ടിയോട് തന്നെ ഉണ്ട് കേട്ടോ. പുളിയും മധുരം കൂടിയിട്ട് ബെസ്റ്റ് ടേസ്റ്റ്. തിന്നു കഴിഞ്ഞാൽ തിന്നു തുടങ്ങിയാൽ തിന്നോണ്ടേയിരിക്കും, നിർത്താൻ പറ്റില്ല. ഞാനും വാവട്ടിയും കൂടി ഒരെണ്ണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി സെലക്ട് ചെയ്യാൻ പോവാം. ഞങ്ങൾ ഏതെടുക്കും നോക്കാട്ടോ. വാവട്ടി കണ്ണടക്കി. ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ണടച്ചു, വാവട്ടി എണ്ണ സെലക്ട് ചെയ്യട്ടാ. നീ തുറന്നോ, കണ്ണു തുറന്നോ. അമ്മ സെലക്ട് ചെയ്ത് കണ്ണടച്ച് വെച്ചു. ഓക്കെ ആണോ? അവിടെ നിന്റെ കൈകൊണ്ട് അയ്യോടാ. അപ്പൊ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം. രണ്ടും സെയിം അല്ലേ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്? അങ്ങനെയല്ല, എന്താ മനസ്സിലായി? മനസ്സ് സെയിം ആയാലും നോക്കാം. നോട്ടെ അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെയർ ഹൗസിലെത്തി. റെഡല്ല, വേറെ കളറ്. എന്റെ പിങ്കാ. റെഡ്. ഈ കളർ അപ്പില്ലത് ഈ കളറുണ്ട് നിനക്ക്? ഗ്രീനോ? ഗ്രീനോ? ബ്ലൂ
ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് എടുത്ത് തോന്നല്ല മുടിയൊക്കെ പിടിച്ചറിയുന്നത്. നല്ല കളറാണ് ബ്ലാക്ക്. അപ്പര ഫേവറേറ്റ് കളറാ. You'll literally be dark. Imagine we're doing your arm wrestle. I gotta try to light at you. I can't see. അങ്ങനെ 100ാമത്തെ വീഡിയോയ്ക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ഓറഞ്ച് കുറച്ചെടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പൊന്നൂസും എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം ഇവിടെ എത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി. എല്ലാ ഗേൾസിൻ്റെ പോലെ തന്നെ എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെയും വാങ്ങിക്കാനുള്ള ആഗ്രഹം തോന്നും. പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിന്നെ അവിടെ നിന്ന് മാറി. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കും കുറച്ചൊന്ന് പോയി എന്തിനൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ നോക്കി നടന്നു. അങ്ങനെ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ജ്വല്ലറികളൊക്കെ കണ്ടത്. അവിടെയും കുറച്ച് നേരം എല്ലാം നോക്കി. നല്ല വില കുറവായിരുന്നു കേട്ടോ. എന്തോ എല്ലാം ഓഫറിനിട്ട് വെച്ചേക്കായിരുന്നു. അങ്ങനെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് ഇങ്ങനത്തെ ഡ്രസ്സിന് തണുപ്പായതുകൊണ്ട് ബനിയനും പാൻറ്റും ആയിട്ട് നല്ല കട്ടിയുള്ളതിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും വാവുട്ടിയും പൊന്നൂസും വാങ്ങിച്ചു. ചേട്ടൻ പിന്നെ സാധാരണ ഡ്രസ്സ് വാങ്ങിക്കാറില്ല. അപ്പൊ ഡ്രസ്സും പിന്നെ നാളെ മുതൽ എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. പിള്ളേർക്ക് സ്കൂൾ തുടങ്ങും. അപ്പൊ എല്ലാ സാധനവും വാങ്ങിച്ച് തിരിച്ചു പോവാണ്. ഇനി ചെന്നിട്ട് വേണം ഞങ്ങളുടെ 100ാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. 100ാമത്തെ വീഡിയോ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഓൾറെഡി. അപ്പം അതിന് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വാങ്ങിച്ച പുതിയ ഡ്രസ്സ് ഇട്ട് 3 പേർക്കും കൂടി എടുക്കാന്ന്. ഇന്നത്തെ വീഡിയോയില് മറ്റേ 100ാമത്തെ വീഡിയോയില് എൻ്റെ ഏട്ടനില്ല. എൻ്റെ ഏട്ടനാണ് ഞങ്ങളുടെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് അല്ലേ എൻ്റെ ഏട്ടാ? ഞങ്ങക്ക് വീഡിയോ എടുത്തു തരുമോ? ഞങ്ങൾക്ക് നിന്റെ വീഡിയോ എടുത്തു തരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പൊന്നൂസിനും വാവുട്ടിക്കും കൂടിയിട്ടൊരു ചെറിയൊരു ഗെയിം പോലെ ആക്കാന്നാണ് വിചാരിക്കണേ. അപ്പോ അവർക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി വീഡിയോ എടുക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച ഡ്രസ്സ് ഞങ്ങൾ 3 പേര് ഇട്ടേക്കാണ്. അവന് നീല, പൊന്നൂസിന് വാവുട്ടി റെഡ്, ഞാൻ പിങ്ക് വയലറ്റ് മിക്സ് ചെയ്ത കളറ്. എന്നിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ഇന്ന് എൻ്റെ ഏട്ടൻ പപ്പടവും സാമ്പാറും ചപ്പാത്തിയും. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചമ്മന്തിയും ഈ കോളിഫ്ലവർ കറിയൊക്കെ കൊടുക്കും. ഞാൻ എൻ്റെ ഇട്ടിട്ട് എല്ലാം ചൂടാക്കി. ഇതിപ്പോൾ ഒരു മെസ്സാണ്. ഇവിടെ കോളിഫ്ലവറിന്റെ തോരൻ, ഇത് ചമ്മന്തി, ഇതിനിടയ്ക്ക് പയറ് കറിയുണ്ട്, ഇന്നലത്തെ മന്തി ഉണ്ട്, ചോറുണ്ട്. പിന്നെ സാമ്പാർ ഒഴിച്ചിട്ടില്ല. സാമ്പാർ ഒഴിക്കണം എൻ്റെ ഇന്ന് പപ്പടം എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തെ ഈ ചോറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 100ാമത്തെ വീഡിയോ ഇതേ ഡ്രസ്സിൽ ഇട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ എടുക്കും. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.